ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പറഞ്ഞു വന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന, ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട 3 ഭവനങ്ങളിൽ 2 മക്കയ്ക്കും മദീനക്കും നേരെ ആക്രമണം അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ, ആ പ്രദേശവും ആ സംസ്കാരവും നശിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തികൾ ലക്ഷ്യം വെക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയുവാനും അരാജകത്വമുണ്ടാക്കുവാനുമാണ് എങ്കിൽ അത് തിരിച്ചറിയാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 2016 തന്നെ മക്കൾക്ക് നേരെയും ആക്രമണമുണ്ടായി, മദീനക്ക് നേരെയും ആക്രമണമുണ്ടായി. ഈ 2 ആക്രമണങ്ങളും ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള പിഴച്ച കക്ഷികളെ സഹായിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വ ശക്തികൾ ചെയ്തിട്ടുള്ളത്. മക്കയിലേക്കുള്ള ആക്രമണം ഷിയ ആശയക്കാരായ ഹൂത്തികൾ അവർ നടത്തിയത് ആ ആശയപ്രകാരമാണെങ്കിൽ, കുമ്മ എന്ന് പറയുന്ന പ്രദേശത്താണ് യഥാർത്ഥത്തിൽ കാബ സ്ഥിതി ചെയ്യേണ്ടതെന്നും ഹജറുൽ അസ്വദ് 22 കൊല്ലക്കാലം ഷിയാക്കൾ കട്ടുകൊണ്ടുപോയി. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം, തുടർന്ന് ഹജറുൽ അസ്വദിനെ ചുംബിക്കണം, അതവിടെയുണ്ടെങ്കിൽ. ഹജറുൽ അസ്വദ് അവിടെ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു എന്നർത്ഥം. മാത്രമല്ല, ഷിയാക്കൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്കെങ്ങാനും സൗദിയുടെ ഭരണം കിട്ടിയാൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും, നമുക്ക് പറയാം റളിയല്ലാഹു അൻഹും, ഖബർ ഞങ്ങൾ മാന്തും. വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട് എന്നാണ് അൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത്രമാത്രം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരായ വളരെ കൃത്യമായ ആശയമാണ് ഷിയാക്കളുടെ പക്ഷത്തുള്ളത്. ആ ഷിയാ ആശയം പരുത്തിക്കുടിയിലുണ്ടോ, കേരളത്തിലുണ്ടോ, തിരുവനന്തപുരത്തുണ്ടോ? ഒരു ഷിയ ഓഫീസും നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ഷിയ ആശയം പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിലുമുണ്ട്. രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഡോക്ടർ അലി ശരീഅത്തി എഴുതിയിട്ടുള്ള പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുൻസിമി അത് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് ആണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ ഡോക്ടർ അലി ശരീഅത്തിയുടെ പുസ്തകത്തിൽ കാണാം, യുദ്ധരംഗത്ത് നിന്നും പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണ് അത്തരക്കാർ. അടുത്ത വാചകം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽപ്പെട്ടവർ തന്നെയാണവർ. സ്വഹാബത്തിനെ ദുഷ്ടന്മാർ എന്നാണ് ഷിയാക്കൾ വിളിച്ചത്. അത് കേരളത്തിൽ പച്ച മലയാളത്തിൽ നമുക്ക് വായിക്കാൻ ലഭിക്കുന്നു. ആ ഡോക്ടർ അലി ശരീഅത്തിയെ ഇസ്ലാമിന്റെ നേതാവായി തേജസിന്റെ കലണ്ടറിൽ കാണിച്ചപ്പോഴാണ്, സുഹൃത്തേ, അത് ചെയ്യരുത്. മഹാന്മാരായ സ്വഹാബാക്കളെ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാന്മാരായ സ്വഹാബത്തിനെ ദുഷ്ടന്മാർ എന്ന് വിളിച്ച ഒരാളെ, അദ്ദേഹത്തിന്റെ ഒരു പേര് നമ്മുടെ വീട്ടിൽ വേണ്ട. ആശയപരമായ ഒരു വിയോജിപ്പിന്റെ പേരിലായിരുന്നു തേജസിന്റെ കലണ്ടറിൽ 2005 അത് വന്നപ്പോൾ എതിർത്തത്. സഹോദരങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. കാരണം വാശിയും ദേഷ്യവുമല്ലല്ലോ. അല്ലാഹു ഐക്യത്തോടുകൂടി ആദർശം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഷിയാക്കളാണ്, ഷിയ ആശയക്കാരാണ് ഹറമിന് നേരെ മിസൈൽ തൊടുത്തു വിട്ടത് ഹൂത്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിക ലോകത്ത് വമ്പിച്ച പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്, ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിൽക്കണം. എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ഒന്നിച്ചു നിൽക്കണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ,
നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവീൻ, നിങ്ങൾ വിജയിക്കും. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഖുർആനും തെറ്റൂല, ഹദീസിനും തെറ്റൂല. പക്ഷെ എന്തേ മുസ്ലിമീങ്ങൾ ഉന്നതന്മാരാകുന്നില്ല? പീഡിപ്പിക്കപ്പെടുന്നു, പിന്നോക്കമാകുന്നു. ഖുർആനിനും ഹദീസിനും അല്ല തെറ്റിയത്, മറിച്ച് ഖുർആൻ പറഞ്ഞ കണ്ടീഷൻ, ഹബീബ് പറഞ്ഞ കണ്ടീഷൻ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ യോജിക്കേണ്ട ഒന്നാമത്തെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ അംഗീകരിക്കുമോ? കഅബാലയത്തിൽ മാത്രമുള്ള നേരത്തെ നാം പറഞ്ഞ തവാഫ്, മദീനയിൽ ഇല്ലാത്ത തവാഫ്, റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് ഇല്ലാത്ത തവാഫ്, ആ തവാഫാകുന്ന ഇബാദത്ത് ഭീമാ പള്ളിയിൽ കൊണ്ടുവച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്നത് ആർക്കാ അറിയാത്തത്? എല്ലാ മുസ്ലിമീങ്ങളും യോജിക്കുക, ഇത് ശരിയല്ല. ഹബീബ് പഠിപ്പിച്ചത് ഖബർ സിയാറത്താണ്. അപ്പൊ പടച്ചോന്റെ സഹായം കിട്ടും. മനസ്സിലായില്ലേ? ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ളാഹ് യാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ബഹുമാന്യരായ തബ്ലീഗ് സുഹൃത്തുക്കളുടെ സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ സ്ഥാനം പിടിച്ച വിഷമാണിത്. തൊട്ടാ മരിച്ചു, അമ്മാതിരി വിഷം. എന്താണത്? ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ളാഹ്. ശരിയാണോ? അല്ല. ഇപ്പൊ നമ്മൾ എന്താ ദുആ ചെയ്തത്? ഇപ്പോൾ നമ്മൾ ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ. അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് കൊടുക്കണേ. അപ്പൊ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് കിട്ടാൻ, റസൂലുള്ളാഹിക്ക് രക്ഷ കിട്ടാൻ, ഗുണം കിട്ടാൻ അല്ലാഹുവോടാ ദുആ ഇരക്കേണ്ടത്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞല്ലേ വീട്ടിനിറങ്ങുന്നത്. അല്ലാഹുവിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ളാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന, സലാത്തിന്റെ മഹത്വങ്ങൾ വായിക്കുന്ന തബ്ലീഗ് സുഹൃത്തുക്കളെല്ലാം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലാഹു ബറക്കത്താക്കുമാറാകട്ടെ. അത് നമ്മൾ വായിക്കരുത്, അത് നമ്മൾ പ്രചരിപ്പിക്കരുത്. നമ്മൾ ഐക്യപ്പെടണം. റസൂലുള്ളയോടല്ല തേടേണ്ടത്, സ്വലാത്ത് റസൂലുള്ളക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആയാണല്ലോ. ഇങ്ങനെ ആരിലും അബദ്ധം വരാം. ആ അബദ്ധങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെതിരാണെങ്കിൽ അതിഗൗരവത്തോടുകൂടി നാം കാണണം. ഞാൻ ഇന്നതിൻ്റെ ആളാണ്, ഞാൻ മറ്റേതിൻ്റെ ആളാണ്, ഞാനതിനെ ന്യായീകരിക്കും എന്നൊരു ചിന്ത നമുക്ക് പാടില്ല സഹോദരങ്ങളെ. കാരണം നമുക്ക് മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, ഖബറുണ്ട്, സിറാത്തു പാലത്തിലൂടെ പോകേണ്ടതുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. അവിടെ നമുക്ക് രക്ഷപ്പെടണം. അവിടെയാണ് സഹോദരങ്ങളെ മുജാഹിദുകളെ കുറിച്ച് എല്ലാവരും പറയും. നമുക്ക് കുറെ വിയോജിപ്പുണ്ട്, പക്ഷേ അവർ ആദർശത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെയാ. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആണെങ്കിൽ മരിച്ച വീട്ടിൽ പോയാൽ ദ്വാരിക്കുകയും ചെയ്യുക, ദ്വാരിക്കാതിരിക്കുകയും ചെയ്യുക, ദാറത്ത് പോവുകയും ചെയ്യുക, പോവാതിരിക്കുകയും ചെയ്യുക. എന്തൊരു സുഖം അവരൊപ്പം ജീവിക്കാൻ. പക്ഷെ മുജാഹിദ് അങ്ങനല്ല, ഒരു വെട്ട് രണ്ട് കഷ്ണം, ഭയങ്കര സ്ട്രോങ്ങാ എന്നൊക്കെ മുജാഹിദുകൾ അല്ലാത്തവരും പറയും. അതെന്തുകൊണ്ടെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം യോഗം കൂടി തീരുമാനിച്ച സ്ട്രോങ് അല്ല, ഖുർആൻ പറഞ്ഞ സ്ട്രോങ്ങാ, ഹദീസ് പറഞ്ഞ സ്ട്രോങ് ആണ്. ഏത് വിഷയത്തിൽ? അഖീദയുടെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഉറങ്ങാൻ നേരത്തെ ഒരു ദുആ പഠിപ്പിച്ചു. ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയിക്കല്ലദീ അർസൽത എന്ന അവസാന ഭാഗം. ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയിക്കല്ലദീ അർസൽത ഒരു സ്വഹാബി റസൂലുള്ളാഹിക്ക് ചൊല്ലിക്കൊടുത്തപ്പോൾ ചെറിയൊരു മാറ്റം. ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി റസൂലിക്കല്ലദീ അർസൽത. നബി എന്നിടത്ത് റസൂലിനായി പോയി. നമ്മളെ അഭിപ്രായം എന്താ? പരുത്തിക്കുയിൽ മൈരി വേണ്ടിയിട്ട് ഒരു ചർച്ച. എന്താ? വബി നബിയിക്കല്ലദീ അർസൽത, മറ്റോ പറഞ്ഞു വബി റസൂലിക്കല്ലദീ അർസൽത. ഭയങ്കര തർക്കം. എന്താ ചെങ്ങായിമാരെ നിങ്ങൾ തർക്കിക്കുന്നത്? നിങ്ങൾക്കറിയോ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ സ്ഥിതി? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ സ്ഥിതി നിങ്ങൾക്കറിയോ? അവിടുത്തെ സ്ഥിതി, ഇവിടുത്തെ സ്ഥിതി തർക്കിക്കാൻ കണ്ട ഒരു വിഷയം അല്ല. റസൂലുള്ളാഹിക്ക് ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത
വബി നബിയിക്കല്ലദീ അർസൽത എന്നിടത്ത് സ്വഹാബി വബി റസൂലിക്കല്ലദീ എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെയല്ല, വബി നബിയിക്കല്ലദീ അർസൽത, നബി എന്ന് തന്നെ പറയണം. എന്തേ കാരണം? റസൂലുള്ളയല്ല ആ ദുആയുടെ ഉടമസ്ഥൻ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വഹയിന്റെ അടിസ്ഥാനത്തിലാ. വഹയിൽ നബി എന്നുള്ളത് അത് റസൂൽ എന്നാക്കാൻ റസൂലുള്ളാഹിക്ക് അധികാരമല്ല. അത് ദീന്റെ പ്രത്യേകത. എന്നിട്ടാ നമ്മളവക പുതിയ ദിക്ർ, പുതിയ സ്വലാത്ത്, പുതിയ നിസ്കാരം പറ്റില്ല. ഇസ്ലാം പൂർണ്ണമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഒരു അബദ്ധവും ഒരു വ്യത്യാസവും വരാതെ മുന്നോട്ട് പോവുക എന്നതാണ്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനെ വിമർശിക്കുന്നവർ പോലും പറയും, നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഞാൻ മുജാഹിദൊന്നല്ല, പക്ഷെ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഭീമാപ്പള്ളിനെ പറ്റി, ഇങ്ങനെ വേറെ ആരാവട് പറയാ? നിങ്ങളല്ലാതെ നമ്മളൊക്കെ എതിരാ. പക്ഷെ മഹലിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമം. നമുക്ക് പറയണമെന്നുണ്ട്, നിങ്ങളത് പറയാൻ പറ്റൂ. അപ്പോ അവരുടെ മനസ്സിലുള്ള സത്യം പോലും തുറന്നു പറയാൻ ജനങ്ങൾ പോലും തീരുമാനിച്ചേൽപ്പിച്ച വിഭാഗ മുജാഹിദുകൾ അല്ലേ? ആ മുജാഹിദുകളിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവരുതായിരുന്നു, ശരിയായില്ല എന്ന് ഇവിടുത്തെ പൊതു മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ പറയാറുണ്ട്. വക്കമ്മോലിയുടെ ചരിത്രം അറിയുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറുണ്ട് എന്ത് സംഭവിച്ചു എന്ന്. അപ്പൊ സഹോദരങ്ങളെ, അതെന്ത് സംഭവിച്ചു എന്നത് മുജാഹിദുകളും അല്ലാത്തവരും ഒക്കെ അറിയണം. കാരണം മുജാഹിദുകൾ മുന്നോട്ട് വെക്കുന്ന ആദർശം അവരുടെ ഓഫീസിൽ തീരുമാനിച്ച ആദർശമല്ല, ഖുർആൻ പറയുന്ന ആദർശമാണ്, ഹദീസ് പറയുന്ന ആദർശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയണം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് ചുരുക്കി പറഞ്ഞാൽ, വളരെ ചുരുക്കിയിട്ട് പറഞ്ഞാൽ, മനുഷ്യന്മാരാണല്ലോ, പല അബദ്ധങ്ങളും അബദ്ധ ചിന്തകളും ഒക്കെ ആളുകൾക്ക് വന്നു പോകും. ആ അബദ്ധങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തുകയും അത് തിരുത്തപ്പെടുകയും വേണം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ അബദ്ധങ്ങൾ ചില ആളുകളിൽ ഉണ്ടാവുകയും അവർ കുറെ കാര്യം അത് സ്വകാര്യമാക്കി അങ്ങനെ കൊണ്ടു നടന്നെങ്കിലും 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായപ്പോൾ അത്തരം ചില ചിന്തകൾ ഉള്ളവർക്ക് ഔദ്യോഗിക സ്ഥാനം നൽകി. അവരുടെ ആ ചിന്തകൾ എഴുതാനും പ്രസംഗിക്കാനും വേദി നൽകി. അങ്ങനെ അവരുടെ ഒറ്റപ്പെട്ട അപകടകരമായ ചിന്ത മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തിന്റെ ചിന്തയായി മാറി. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള ശബ്ദവും ഉണ്ടായി. ഉദാഹരണം, മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ മുജാഹിദുകൾ അല്ലാത്തവരും പറയും അതിന്റെ ഒരു കോപ്പി കിട്ടുമോ എന്ന് ചോദിക്കും. മിക്ക അറബിക് കോളേജുകളിലും മുജാഹിദുകളുടേതല്ലാത്ത അറബിക് കോളേജിലും ആ പരിഭാഷയുണ്ട്. എന്താ കാര്യം? മുഹമ്മദ് അമാനി മൗലവിയുടെ ഒരു അഭിപ്രായം അതിലില്ല. മറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് എഴുതി വെച്ചതാണ് അവിടെയുള്ളത്. വല്ലാഹു അലം എന്നുകൂടി പറയും. ആ പരിഭാഷയിൽ ഇന്നുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നുണ്ടായപ്പോൾ അതിനു മറുപടി പറഞ്ഞ തഫ്സീറാണത്. CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ തലനരച്ച കാരണവന്മാർക്കറിയാം, കേരളത്തിൽ അറിയപ്പെട്ട പരിഭാഷയായിരുന്നു. ആ പരിഭാഷയിൽ ഇനി കുറച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുന്ന വിഷയങ്ങൾ അന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു. അന്ന് CN പറഞ്ഞപ്പോ മഹാനായ അമാനി മൗലവിയും PK മൂസ മൗലവിയും അലവി മൗലവിയും കൂടി മഹാനായ KM മൗലവിയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷയിൽ അതിന് മറുപടി കൊടുത്തു. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വല്ല വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരസ്യമായിട്ട് മറുപടി പറഞ്ഞാൽ വേറെല്ലോലെ അറിയൂലേ. ഇത് അങ്ങനത്തെ ഒരു സംഘടനയല്ല. ഖുർആനിനെതിരാണെങ്കിൽ ഹദീസിനെതിരാണെങ്കിൽ അത് കൃത്യവും വ്യക്തവുമായി ജനങ്ങൾക്ക് ആ വിഷയങ്ങൾ നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ആദർശപരമായ അതിശക്തമായ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയും വക്കം മൗലവിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടയോട്ടം നടത്തി
അറബി ഭാഷ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അറബി പഠിക്കാന്ന് പറഞ്ഞാൽ മുസ്ലിം കുട്ടികൾ സ്കൂളിൽ പോവല്ലോ, അതായിരുന്നു ഒരു കാരണം. കാരണം സ്കൂളിൽ പോകാൻ പറ്റൂല, വായിക്കാൻ പറ്റൂല, പഠിക്കാൻ പറ്റൂല, സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കേരളത്തിൽ വരികയും അതിശക്തമായി സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന പ്രമേയം ഇന്നും പിൻവലിക്കാതെ നിലനിൽക്കുന്നു. അവിടെയാണ് മുജാഹിദ് പണ്ഡിതന്മാർ ആദർശയുദ്ധം നയിച്ചു, എന്നിട്ട് സമൂഹത്തെ മാറ്റിയെടുത്തു. അങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, സന്തോഷപൂർവ്വം പറയട്ടെ, ഒരു അതിഥി നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് 8:40 ട്രെയിൻ ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ അതിഥി എന്നുള്ള നിലക്ക് ഒരു 2 മിനിറ്റ് നമ്മൾ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ അതിഥിയെ ആദരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അവസരം നൽകുന്നു. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മൾ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത് ബഹുമാന്യനായ XMLA വി ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും എപ്പോൾ വിളിച്ചാലും വരുന്ന വളരെ മാന്യനായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയാണ്. പക്ഷേ ഇന്ന് യാദൃശ്ചികവശാൽ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി നമ്മുടെ മുൻ കൗൺസിലർ കൂടിയായ സഖാവ് സരീം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കും. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കാം. വേദിയിലിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദരണീയരായിട്ടുള്ള നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന ബഹുമാനീയരായിട്ടുള്ള ഗുരുനാഥന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ഈ മുജാഹിദിൻ്റെ ആദർശ സമ്മേളനത്തിൽ യാദർച്ഛികമായിട്ടാണ് എനിക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി നേരത്തെ എത്താമെന്ന് ഏറ്റിരുന്നത് CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായിട്ടുള്ള സഖാവ് വി ശിവൻകുട്ടിയാണ്. സഖാവ് വി ശിവൻകുട്ടി വരാൻ വേണ്ടിയാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഒരു കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ വേണ്ടി എങ്ങനെ പോയാലും ഒരു 2-3 മണിക്കൂറോളം താമസിക്കുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ആ വിവരം ഈ വേദിയിലും സദസ്സിലുമുള്ളവരോട് ഒന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയുള്ള താല്പര്യമെന്ന് വെച്ചാൽ, വർഗീയതയ്ക്കെതിരായി, ഭീകരവാദത്തിനെതിരായി യഥാർത്ഥ ഇസ്ലാമിക ആദർശം ലോകത്തോടും സമൂഹത്തോടും വിളിച്ചു പറയുന്ന മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യം കാണിക്കുന്നത്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, വർത്തമാനകാലത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരാവശ്യമാണ് ഒരു പ്രചാരണ ക്യാമ്പയിൻ ആവണം നമുക്ക് വേണ്ടത്. വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും മത തീവ്രവാദത്തിനും എതിരായിട്ടുള്ള വമ്പിച്ച പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മഹത്തായിട്ടുള്ള ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ജീവിത മൂല്യങ്ങളെ അതിനെയെല്ലാം തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിലും മറ്റുമെല്ലാം നടക്കുന്ന ഭീകരവാദങ്ങളും മനുഷ്യധ്വംസനങ്ങളുമാണ് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഭീകരവാദത്തിനും വർഗീയവാദത്തിനും അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇസ്ലാമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ ക്യാമ്പയിനുകളാണ് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നത്. നമുക്കറിയാം, മഹത്തായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനകത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു മതവിഭാഗത്തിന് മാത്രം സംഘടിച്ചുകൊണ്ട് വർഗീയ ഫാസിസത്തെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ളത് പറ്റുന്നതല്ല. വർഗീയ ഫാസിസത്തെ ചെറുക്കുവാൻ ആഗ്രഹിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന ജനതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ളത്. ഒരുപക്ഷെ ഫാസിസത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കേന്ദ്ര ഭരണകൂടമുള്ളത് കൊണ്ട് ആ ഭരണകൂടമാകെ അതിന് വോട്ട് ചെയ്ത ആളുകളെല്ലാം ഫാസിസമാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയുള്ളത് കഴിയുന്നില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു 33% വോട്ടാണ് അധികാരത്തിൽ കയറുവാൻ വേണ്ടി ഫാസിസ്റ്റ് ശക്തികൾക്ക് കിട്ടിയതെങ്കിൽ ബാക്കി 77% വരുന്ന ജനത ഫാസിസത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പിറന്നു വീണ എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കണമെന്നും മതേതരത്വം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്
ഇന്ത്യ രാജ്യത്ത് വരുന്ന മഹാഭൂരിഭാഗം വരുന്ന ജനത. അതുകൊണ്ടാണ് ഞങ്ങളും പറയുന്നത്, ഈ രാജ്യത്ത് മതവിശ്വാസികളും മതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരും ഫാസിസത്തെ എതിർക്കുന്നവരും രണ്ടും രണ്ടായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. അവിടെ വർഗീയവാദത്തെ കൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയെ അല്ലെങ്കിൽ ഒരു വർഗീയതയെ ചെറുക്കുവാൻ മറ്റൊരു വർഗീയത കൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് നടക്കില്ല. ഒരു വർഗീയത കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയായാലും അതിനെ എടുത്തുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് വേണ്ടിയുള്ള പോകുന്നത് ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുവാൻ വേണ്ടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ രാജ്യത്ത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഫാസിസത്തെ വർഗീയതയെ ചെറുക്കുന്നവരാണ് മഹാഭൂരിഭാഗം വരുന്ന ജനത എന്ന് നമ്മൾ കാണണം. ഒരു ഭരണകൂടം ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന മഹാഭൂരിഭാഗം വരുന്ന ജനത ഫാസിസത്തെ അനുകൂലിക്കുന്നവരല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് എംപിമാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നതൊഴിച്ചാൽ ഭൂരിഭാഗം വരുന്ന ജനതയും ഫാസിസത്തിനെതിരാണ്, വർഗീയതയ്ക്കെതിരാണ്. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഈ ഫാസിസത്തെ ചെറുക്കാൻ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സംഘടിക്കുക, വർഗീയമായിട്ട് സംഘടിക്കുക എന്നെല്ലാമുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും നാനാതത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള മൂല്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇടയാകും. നമുക്കറിയാം, ലോകത്ത് ഏത് രാജ്യത്തെ നമ്മൾ പരിശോധിച്ചാലും ഇന്ത്യ രാജ്യത്തുള്ളതുപോലെ ജാതികളും ഉപജാതികളുമുള്ള ഒരു സമൂഹം ലോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ മഹത്തായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രചരണങ്ങൾ നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ പറയുന്നു, മനുഷ്യൻ എന്ത് ആഹാരം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ളത് പ്രവർത്തിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഭരണകൂടത്തിൻ്റെ തണലിൽ ഇറങ്ങി തിരിച്ചാൽ അതിനെ ചെറുക്കുവാൻ അതിനെതിരായിട്ടുള്ള പ്രതിരോധ നിര സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മുടെ രാജ്യത്ത് അത്തരം ആശയങ്ങളെ ചെറുക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന ജനതയുടെ കൂട്ടുപിടിച്ചു കൊണ്ടുവേണം. അല്ലാതെ അവിടെ അതിനെ ചെറുക്കുവാൻ പ്രത്യേകമായിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായാലും പ്രത്യേകമായിട്ട് സംഘടനകൾ ഉണ്ടാക്കി വർഗീയമായിട്ട് ഒരു ചേരിതിരിവുണ്ടാക്കുന്നത് ഈ ഭൂരിപക്ഷ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഫാസിസം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശക്തി, അവർക്ക് ശക്തി കൂടുവാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മുജാഹിദ് എന്നുള്ള മഹത്തായിട്ടുള്ള പ്രസ്ഥാനം ഇത്തരം വർഗീയതയ്ക്കെതിരായിട്ടുള്ള നടത്തപ്പെടുന്ന പ്രചാരണ വേലകൾ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം പ്രസ്ഥാനങ്ങൾ വർഗീയതയ്ക്കെതിരായി യഥാർത്ഥ മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുക്കിലും മൂലയിലും നടത്തപ്പെടുന്ന പ്രചാരവേലകൾ മറ്റ് മതവിഭാഗങ്ങളെ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ഇസ്ലാമിക ആദർശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ചിന്തിപ്പിക്കുവാനും എല്ലാം കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാം മതം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യുദ്ധത്തിൻ്റെയോ ഭീകരതയുടെയോ കാലഘട്ടത്തിലായിരുന്നില്ല. ഇന്ത്യയിൽ തന്നെ വന്ന ഇസ്ലാം മത പ്രചാരകന്മാർ ഒരു യുദ്ധത്തിൻ്റെയും ഒരു സംഘർഷത്തിൻ്റെയും കാര്യമില്ലായിരുന്നു. ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് അവരുടെ പ്രവർത്തന രീതികൾ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഉള്ള മഹത്തായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളെങ്കിലും ചില ആളുകളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ളത് ഉണ്ടാകുന്നുണ്ട്, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ്. തീർച്ചയായും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ളത് കടക്കുന്നില്ല. ഇവിടെ നല്ലൊരു പ്രസംഗമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇനി ഒരു പ്രഗത്ഭനായിട്ടുള്ള മതപണ്ഡിതൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പ്രസംഗിക്കുവാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ആ പ്രസംഗം കേൾക്കുവാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ളത് കടക്കുന്നില്ല. സഖാവ് വി ശിവൻകുട്ടി ഏൽപ്പിച്ച ദൗത്യം നിങ്ങളോട് വന്ന് ഇന്നത്തെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അസൗകര്യം പറയണമെന്നുള്ള കാര്യം നിങ്ങളോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത്തരം മുജാഹിദിൻ്റെ ആദർശങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവവും ജനങ്ങളുടെ ഐക്യവും ഊട്ടിയുറപ്പിക്കത്തക്ക രൂപത്തിലുള്ള നടത്തപ്പെടുന്ന പ്രചാരണ ക്യാമ്പയിനുകൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അഭിവാദ്യങ്ങളും കൊണ്ട് നിർത്തുന്നു. നിങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.
ബഹുമാനനായ നമ്മുടെ വി ശിവൻകുട്ടി അവരുടെ സന്ദേശം ഇവിടെ നമുക്ക് എത്തിച്ചു തന്ന, നമ്മുടെ ഏത് പരിപാടിക്ക് വിളിച്ചാലും വളരെ നേരത്തെ എത്തുകയും വളരെ അർത്ഥവത്തായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനനായ വി ശിവൻകുട്ടി അവരുടെ എത്താൻ സാധിക്കാത്ത വിവരം സന്ദേശം ഇവിടെ എത്തിച്ചെന്ന ബഹുമാനനായ സഖാവ് സലീം അവർക്കുള്ള കൃതജ്ഞതയും നന്ദിയും ഈ സംഘത്തിനു വേണ്ടി അറിയിച്ചുകൊണ്ട് ബഹുമാനനായ CP സലീമിനെ വിഷയം തുടരുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ, ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണിശത സ്വാഭാവികമാണ്. യോഗയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി തിരുവനന്തപുരത്തൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അതിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ താൻ വിശ്വസിക്കുന്ന കമ്മ്യൂണിസത്തിനും മാർക്സിസത്തിനും എതിരാണോ എന്ന് തോന്നിയപ്പോൾ ഞാൻ മന്ത്രിയാണ് എന്നതിൻ്റെ അപ്പുറത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്നതുകൊണ്ടായിരുന്നു ആ യോഗ ചടങ്ങിൽ നിന്നും മന്ത്രി ഇറങ്ങിപ്പോന്നത്. അത് വിഭാഗീയതയല്ല, തീവ്രവാദമല്ല. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് താൻ വിശ്വസിക്കുന്ന ആദർശത്തോടുള്ള അങ്ങേയറ്റത്തെ കടപ്പാടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് തന്നെയാണ് ഇസ്ലാമിൽ ആദർശരംഗത്ത് അതിനേക്കാൾ എത്രയോ ശക്തമായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർക്കുണ്ടാവുകയും അതിന് സംഘടനാവൽക്കരിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള ആ പ്രാർത്ഥനയുടെ, ആരാധനയുടെ ഉറവിടം അത് എവിടുന്നാണ് ഉണ്ടാകുന്നത്? ആരാധനയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള മുൻകാല പണ്ഡിതന്മാരെല്ലാവരും ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി. PK മൂസ മൗലവി, അമാനി മൗലവിയോടൊപ്പം പരിഭാഷ എഴുതി അദ്ദേഹം പഠിപ്പിച്ചു, അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. എന്താ പറഞ്ഞത്? അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും വിശ്വാസവും ഏകദൈവ ആരാധനക്ക് എതിരാണ്. കുഞ്ഞീദ് മദനി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വ്യക്തമാക്കി, അഭൗതിക മാർഗത്തിൽ ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല. വ്യക്തം, ഈ ഉദ്ധരണി വായിക്കാതെ തന്നെ വ്യക്തം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ സഹായിക്കാൻ, നമ്മെ സഹായിക്കാൻ ആർക്ക് സാധിക്കുമോ അതിനു മാത്രമാണ് ആരാധന. അത് പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കുന്നിടത്ത് CN അഹമ്മദ് മൗലവിക്ക് തെറ്റുപറ്റിയിരുന്നു. ഇത് മനസ്സിലാക്കുന്നിടത്ത് ചേകനൂർ മൗലവിക്ക് തെറ്റുപറ്റിയിരുന്നു. ആ തെറ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന ചില പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കും പറ്റിയിരുന്നു. അവരുടെ പേരുകൾ ഞാൻ പറയുന്നത് വിഷയം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അവരോട് വ്യക്തിപരമായ ഒരു വിരോധവും നമുക്കാർക്കുമില്ല. അബ്ദുസ്സലാം സുല്ലമി നേരത്തെ തന്നെ ഈ ഒരു ആശയം എഴുതിയിരുന്നു. അത് എഴുതിയതിൻ്റെ ഉദാഹരണം പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യമാകുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം എഴുതിയത്, വല്ലവനും മലക്കുകൾക്കോ ജിന്നുകൾക്കോ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. സഹോദരങ്ങളെ, ഒരു വിഷയം പഠിക്കാനായതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം. വല്ലവനും മലക്കുകൾക്കോ ജിന്നുകൾക്കോ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്
എന്ന് വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ എഴുതാനുള്ള കാരണം? മലക്കുകൾ നമ്മൾ കാണുന്നില്ല. അപ്പൊ കാണാത്ത മലക്ക് നമ്മളെ സഹായിക്കേ? അത് പറ്റൂല, അത് പടച്ചോനല്ലേ കഴിയുള്ളൂ. അപ്പോ നമ്മൾ കാണാത്ത രൂപത്തിൽ മലക്ക് സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ശിർക്കായി. മിനൽ ജിന്നത്തി വന്നാസ് ഉണ്ട് സൂറത്തുന്നാസിൽ. ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുകൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും മനുഷ്യനെ വഴിവയ്പ്പിക്കാൻ. വ്യക്തമാണ് ഖുർആൻ. അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം ആ സഹായം നമ്മൾ കാണില്ലാലോ. അപ്പൊ അത് അഭൗതികാണ്, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താ. അങ്ങനെ വിശ്വസിച്ച ശിർക്കായി എന്ന് എഴുതി വെച്ചു. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇത് എഴുതി വെച്ചത് സ്വന്തമായി എഴുതിയ ഒരു പുസ്തകത്തിലല്ല. 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായപ്പോൾ അന്ന് വരെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ബഹുമാന്യനായ അബ്ദുസ്സലാം സുലമിയെ മടവൂർ വിഭാഗം അവരുടെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റാക്കി ഔദ്യോഗികമായ അംഗീകാരം നൽകി. തൊട്ടടുത്ത ഇലക്ഷനിൽ ഏറ്റവും വലിയ ആളാക്കി വെച്ചു. അവരുടെ പണ്ഡിത സംഘടനയുടെ ഉപദേശക സമിതിയുടെ ചെയർമാനാക്കി മാറ്റി. അപ്പൊ ഉപദേശക സമിതി ചെയർമാൻ വന്നതോടുകൂടി ഏറ്റവും ഉന്നതമായ പദവിയിലെത്തി. അപ്പൊ എഴുത്തി മാറി ഷബാബിലാ എഴുതിയത്. അതൊറ്റപ്പെട്ട അഭിപ്രായം അബ്ദുസ്സലാം സുലമിക്കല്ലേ? അല്ല, ഷബാബിൽ വന്നു. ഇനി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ടോ? ബദറിൽ മലക്കുകൾ സത്യവിശ്വാസികളെ സഹായിച്ചിട്ടോ? നിങ്ങൾ ഉത്തരം പറയൂ. ഉണ്ടെന്നേ ഏതൊരു മുസ്ലിമും പറയുകയുള്ളൂ. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു. ഖുർആൻ. ഇനി ഹദീസ് എടുത്തോളൂ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ള പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ബദറിന്റെ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആയുധമണിഞ്ഞുകൊണ്ട് കുതിരയുടെ തലയിൽ കൈവച്ചു നിന്നു. യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ള പറഞ്ഞു, മുസ്ലിമീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവരാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മലക്കുകളിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് വമ്പിച്ച പദവി സ്വർഗത്തിലുണ്ട്. ഇതൊക്കെ വ്യക്തമാണ്. എന്നാൽ അബ്ദുസ്സലാം സുലമി പറഞ്ഞു, മലക്കുകൾക്കോ ജിന്നുകൾക്കോ ഒരു പ്രാവശ്യമെങ്കിലും സഹായിക്കാൻ കഴിയൂന്ന് വിശ്വസിച്ച ശിർക്കായി. അപ്പൊ ഈ ആയത്തിന് എന്ത് ചെയ്യും? ഈ ഹദീസിന് എന്ത് ചെയ്യും? അവിടെയാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ. ഏത് ഹദീസ്? ബദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആയുധമണിഞ്ഞ് യുദ്ധം ചെയ്യാൻ തയ്യാറായ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കുതിരയുടെ തലയിൽ കൈവച്ചു നിന്നു. അവിടെ നേരെ അബ്ദുസ്സലാം സുലമി താഴെ വിശദീകരണം കൊടുത്തു, അത് ആലങ്കാരിക പ്രയോഗമാണ്, മലക്കിറങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഹദീസിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഖുർആനിലെ ആയത്തുണ്ട്, അത് തോന്നിയതാണ്, ആലങ്കാരികാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഔദുബില്ലാ. ഇത് എവിടുന്ന് വന്നു? മലക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് അഭൗതികല്ലേ, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ലേ. അപ്പൊ അത് ശിർക്കാവൂലേ? അപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തു. യാതൊരു തരത്തിലുള്ള സംശയത്തിന് ഇടമില്ലാത്ത നിലക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. ഇനി കേട്ടോളൂ, മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും, അടുത്ത പദം, അതെല്ലാം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ, അടുത്ത വാചകം, ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ഇതാണ് KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം 2004 കൊടുത്ത വിശദീകരണം വിചിന്തനത്തിൽ വന്നത്. അഥവാ മലക്കുകൾ ബദറിൽ ഇറങ്ങിയത് അല്ലാഹ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് അല്ലാഹ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് മലക്കുകൾ ബദറിൽ യുദ്ധം ചെയ്തു എന്നത് കാരണ ബന്ധത്തിന് അപ്പുറത്തല്ല, അല്ലാഹ് ഉണ്ടാക്കിയ കാര്യമാണ്, കാരണമാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം.
അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതെന്നോ പറയരുത്. ഇവിടെ അബ്ദുസ്സലാം സുല്ലമി നിന്നില്ല, ഇതിനെതിരെ അദ്ദേഹം നിലകൊണ്ടു. അതിന് മടവൂർ വിഭാഗത്തിന്റെ സംഘടനാ സംവിധാനത്തെ ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ തന്നെയാണ് സിഹിറിന്റെ വിഷയവും. സിഹിർ ലോകത്തുള്ള തിന്മകൾ ലിസ്റ്റ് ചെയ്താൽ 2ാം സ്ഥാനത്തുള്ള തിന്മയാണ് സിഹിർ. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിന്? പാടില്ല, സിഹിർ ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, പകരം ചെയ്യരുത്, കാഫറായി പോകും, ഇസ്ലാമത്ത് പുറത്തായി പോകും സിഹിർ ചെയ്താൽ. ആ സിഹിർ അതെങ്ങനെയാണ്? സിഹിറിന്റെ പിന്നിൽ പിശാചാണ്. പലരും ചോദിക്കൂ, അള്ളാന്റെ പ്രവാചകന് സിഹിർ ഫലിച്ചുന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആനും ഹദീസും പഠിപ്പിച്ചതാ. റസൂലുള്ളാഹിക്ക് സിഹിർ ഫലിച്ചിട്ടുണ്ട്. വമാഹും ബിലാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ സിഹിർ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. 2-ാം അധ്യായം 102-ാമത്തെ ആയത്ത്. എന്തിനാ റസൂലുള്ളാഹിക്ക് സിഹിർ അല്ലാഹ് ഫലിപ്പിച്ചത്? അതിനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു ആശയക്കുഴപ്പം തോന്നി. 4 മാസവും 3 മാസവും 2 ആഴ്ചയൊന്നുമില്ല, ഒരാശയക്കുഴപ്പം തോന്നി. അപ്പൊ റസൂലുള്ള പടച്ചോനോട് ഫത്വ വെച്ച്, പടച്ചോനെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. അല്ല 2 മലക്കിനെ അയച്ചു, ഒന്ന് കാൽഭാഗത്തും ഒന്ന് തലയുടെ ഭാഗത്തും. ആ മലക്കുകൾ സംസാരിച്ചു, ഇന്ന ആള് ചെയ്ത സിഹിറാണ്. അത് റസൂലുള്ള കേട്ടു. അങ്ങനെ മലക്കുകൾ പോയി. റസൂലുള്ള അനുയായികളെ വിളിച്ചു, കിണറ്റിൽ പോയി നോക്കാൻ പറഞ്ഞു. സാധനങ്ങൾ അവിടെയുണ്ട്. സൂറത്തുൽ ഫലഖുൻ നാസ് മോദി അള്ളാഹിനോട് ദുആ ചെയ്തു. ഇത് പഠിപ്പിക്കാനാ സിഹിർ ഫലിപ്പിച്ചത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും സിഹിറാണെന്ന് തോന്നുന്ന, സിഹിറാന്ന് ഉറപ്പിക്കാൻ വഹയില്ല, അങ്ങനെ തോന്നുന്ന ഒരു സംഭവം ഉണ്ടായാല് ഭീമാ പള്ളിയിലേക്ക് പോകണ്ട, പണിക്കരടുത്തും പോകണ്ട, തങ്ങളടുത്തും പോകണ്ട, ദേവിന്റെ അടുത്തും ബീവിന്റെ അടുത്തും പോകണ്ട. ഇബ്ലീസിനെ സൃഷ്ടിച്ച പടച്ചോനോട് പറയുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിന്റെ ശർറിൽ നിന്നും. ആ 2 സൂറത്ത് പ്രധാനമാണ്. ഇതിനാ റസൂലുള്ളാഹിക്ക് സിഹിർ വലിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ സിഹിർ ചെയ്ത് കാഫറാകരുത്. അതുകൊണ്ട് അത്തരം ഒരു പരീക്ഷണം വന്നാൽ എന്ത് ചെയ്യണം? അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അന്ധവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാനാണ്. ഉള്ള ഹദീസ് സത്യമാണെന്ന് ജനങ്ങളോട് പറയണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, സിഹിറിന്റെ പിന്നിൽ പിശാചാണോ? മുശ്രിക്ക് മുശ്രിക്ക് മുശ്രിക്ക്. സിഹിറില് പിശാച് സഹായിക്കുന്ന നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. അത് അള്ളാഹ്ക്കേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ശിർക്ക് തന്നെ. നമ്മൾ പറഞ്ഞു, സുല്ലമി, അങ്ങനെ ഒരു സൃഷ്ടിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്, തീ കൊണ്ട് സൃഷ്ടിച്ചതാ, നമുക്ക് കാണാൻ പറ്റൂല എന്ന് മാത്രം. അങ്ങനെ ഇബ്ലീസ് ഉപദ്രവം ഉണ്ടാക്കും എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ ഇബ്ലീസിന് ദോഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മൂപ്പര് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന മരണം വരെയും KNMന്റെ ജനറൽ സെക്രട്ടറിയായ AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ സെൻസിംഗ് എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ തീവ്ര ആശയക്കാർ നടത്തിയ പ്രസിദ്ധീകരണത്തിന് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. ആരാ ഈ മൗലവി? AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും ബഹുദൈവ വിശ്വാസികളാണ് എന്ന് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു. കാരണം എന്താണ്? AP അബ്ദുൽ ഖാദർ മൗലവിയും KNM ഒക്കെ സിഹിർ ഫലിക്കൂന്നാ വിശ്വസിക്കുന്നത്. അത് ശിർക്കാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 14 കൊല്ലക്കാലം പരസ്പരം ഭിന്നിച്ചു നിന്ന മുജാഹിദ് വിഭാഗങ്ങൾ യോജിച്ചു. അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്? സന്തോഷല്ലേ? സന്തോഷമാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ആരും പ്രതികരിക്കാതിരുന്നത്. ആ യോജിപ്പ് കഴിഞ്ഞു. പത്രസമ്മേളനത്തിൽ ചോദിച്ചു, ഒരു മുസ്ലിം അല്ലാത്ത പത്രക്കാരൻ ചോദിച്ചു, സിഹിർ ഫലിക്കുവോ? ആരാ ചോദിക്കുന്നത്? മുസ്ലിം അല്ലാത്ത ഒരൊക്കെ പഠിച്ചു, ജിന്നും സിഹിറും ഒക്കെ. പത്രക്കാരും പഠിച്ചു, മുസ്ലിം ഒക്കെ പഠിച്ച് 14 കൊല്ലം പഠിപ്പിക്കലായിരുന്നല്ലോ പണി. ശരി. അപ്പോ ബഹുമാന്യനായ TP അബ്ദുൽ ഖാദർ മദനി പറഞ്ഞു, അതൊരു വൈജ്ഞാനിക വിഷയമാണ്, അത് പണ്ഡിതന്മാർ തീരുമാനിച്ചു പറയുന്നു. അപ്പൊ 11 മാസം എന്തായും പണി? ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ വിഷയമാണ് സ്വന്തം ജനറൽ സെക്രട്ടറി മുശ്രിക്കാണോ അല്ലേ?
തീരുമാനം കൊടുക്കണ്ടേ? പറഞ്ഞില്ല. പത്രക്കാര് വല്ലാതെ പിടികൂടിയോ പറഞ്ഞു, 20-ാം തീയതി കടപ്പുറത്തുനിന്ന് പറയൂ എന്ന് പറഞ്ഞു. 20-ാം തീയതി കടപ്പുറത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായും അന്ന് പിന്നീട് സംഭവിച്ചത് എന്താണ്? അൽമനാർ എന്ന് പറയുന്ന KNMന്റെ ഔദ്യോഗിക മുഖപത്രം, ആ മുഖപത്രത്തിൽ ലയനം നടന്ന, ഐക്യം നടന്ന 2016 ഡിസംബറിലെ അൽമനാറിൽ അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ട പഠന പരമ്പരയിൽ അൽമനാർ ആയത്തുദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു സിഹിറു ഫലിക്കും. അൽഹംദുലില്ലാ. ഒരു പക്ഷേ കടപ്പുറത്തുനിന്ന് വേണ്ടാന്ന് വെച്ചതാകാം, അത് വളരെ കൃത്യമായി അൽമനാറിൽ വന്നല്ലോ, വിഷയം തീർന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ അതേ ഡിസംബറിൽ ലയന സമ്മേളനം, ഐക്യ സമ്മേളനം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ശബാബ് ഇറങ്ങി. ലയനത്തിനു മുമ്പ് അത് മടവൂർ വിഭാഗത്തിന്റെ കൈവശമായിരുന്നു. ലയനത്തോടുകൂടി അത് KNMന്റെ സ്വത്തായി മാറി. കാരണം ലയനവേദിയിൽ അൽമനാർ, ശബാബ് അതൊക്കെ KNMന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ KNMന്റെ പ്രസിദ്ധീകരണമായ ശബാബിൽ ഡിസംബർ 23-ാം തീയതി അൽമനാറിന് മറുപടി സിഹ്റു ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അപ്പൊ KNMന്റെ പ്രസിദ്ധീകരണമായ അൽമനാറിൽ ഡിസംബർ മാസത്തിൽ സിഹ്റു ഫലിക്കും ഖുർആൻ ആയത്തുദ്ധരിച്ച്, അതേ KNMന്റെ പ്രസിദ്ധീകരണമായ ശബാബിൽ ലയന സമ്മേളനം കഴിഞ്ഞ് 3-ാം ദിവസം അൽമനാറിന് മറുപടി സിഹ്റു ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി. ഈ സന്ദർഭത്തിൽ വടക്കൻ കേരളത്തിൽ മുജാഹിദുകൾ ജാറങ്ങളിലുള്ളവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോ മൗലിദിൽ റസൂലുള്ളയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, പാടില്ല. റാത്തീബില് മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നുണ്ട്, പാടില്ല എന്ന് പറയുന്ന അവർ മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ രംഗത്ത് വന്നു. അവർ നേരത്തെ പറഞ്ഞ ആശയം എന്താണ്? കാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് സഹായിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ മലക്ക് സഹായിക്കും എന്നത് വെച്ചിട്ട് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞിരുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതിക സഹോദരങ്ങളെ, അപ്പോൾ എന്താണ് ഇവിടെ വ്യക്തമായത്? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന ഖുർആനും ഹദീസും പഠിപ്പിച്ച ആദർശത്തെ മുസ്ലിയാർ ഗണ്ണിക്കാൻ എന്താ പ്രയോഗിച്ചത്? മലക്കുകൾ സഹായിക്കുമെന്ന് ഖുർആനിലുണ്ടല്ലോ, അത് അഭൗതിക സഹായമല്ലേ, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായമല്ലേ? അല്ല, അള്ളാഹ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ മലക്കുകൾ സഹായിക്കൂ. ഈ മുസ്ലിയാർ പറഞ്ഞ ആ ആശയത്തിലേക്കാണ് ബഹുമാന്യനായ അബ്ദുസ്സലാം സുലമി എത്തിയത്. അതാണ് ശബാബിന്റെ താളുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. ആ സന്ദർഭത്തിൽ കോഴിക്കോട് ലയന സമ്മേളനം നടന്നപ്പോഴും സിഹിറിന്റെ വിഷയത്തിൽ രണ്ടഭിപ്രായം പറഞ്ഞപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീനെയും KNMനെയും വെല്ലുവിളിച്ചുകൊണ്ട് സമസ്തയുടെ യുവജന വിഭാഗത്തിന്റെ വലിയ നേതാവായ ഫൈസി രംഗത്ത് വന്നു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വന്നു. അമ്പലക്കടവ് ഫൈസി മുജാഹിദുകൾക്ക് പറ്റിയിട്ടുള്ള തകരാറ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചത് ശിർക്കാണ്.
ഷിർക്കാണെന്ന് അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്നർത്ഥം, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താകുമെന്നർത്ഥം. എന്താ പ്രശ്നം? സിഹിർ ചെയ്താൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമോ ഇല്ലേ എന്ന വിഷയം. മടവൂർ വിഭാഗം പറയുന്നു സിഹിർ ചെയ്താൽ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്, ഷിർക്കാണെന്ന് അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്നർത്ഥം, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താകുമെന്നർത്ഥം. എന്താ പ്രശ്നം? സിഹിർ ചെയ്താൽ, മാരണം ചെയ്താൽ ദോഷം വരുത്തുന്നത് പിന്നിൽ പ്രവർത്തിച്ച പിശാച. അപ്പൊ അദൃശ്യമായ നിലയിൽ മനുഷ്യനല്ലാത്ത പിശാചിന് ഉപദ്രവം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. സത്യത്തിൽ മടവൂർ വിഭാഗം ഇങ്ങനെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ കഴിഞ്ഞ 12-15 വർഷക്കാലം ഔദ്യോഗിക വിഭാഗം പറഞ്ഞു ഇല്ല, മാരണത്തിൽ വിശ്വസിച്ചാൽ ഷിർക്കാകില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിലുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ലബീദ് ഇബ്നു ആസം എന്ന ജൂതൻ സിഹിർ ചെയ്തിട്ടുണ്ട്, അവിടെ പിശാച് ഉപദ്രവം വരുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഹിർ വഴി പിശാചിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകില്ല എന്ന് ഔദ്യോഗിക വിഭാഗം പറയുമ്പോൾ ഈ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ ഐക്യത. അപ്പൊ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പറയാൻ സാധിക്കാതെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ, സാധാരണക്കാർക്ക് മുമ്പിൽ നേതൃത്വം പകച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ ഇതേ ഫൈസി പട്ടിക്കാട് വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്നു, തൗഹീദ് ഷിർക്ക് വിഷയത്തിൽ ഇനിയൊരു വാദപ്രതിവാദത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുമോ? നമ്മൾ കാത്തിരുന്നു. ലയനം നടന്ന ശക്തി കൂടും. 2 പണ്ഡിതന്മാരോട് കൂടിയാൽ ധാരാളം പണ്ഡിതന്മാരാകും. സാധാരണ വെല്ലുവിളികൾ വന്നാൽ അനിവാര്യ ഘട്ടത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കാറുള്ളൂ. ഏറ്റവും അനിവാര്യ ഘട്ടത്തിൽ ഈ വെല്ലുവിളിക്ക് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മറുപടി പറഞ്ഞില്ല. കാരണം എന്താ? ഒന്നുകിൽ സിഹിർ ഫലിക്കുന്നു പറയണം, അല്ലെങ്കിൽ ഫലിക്കില്ല എന്ന് പറയണം. ഫലിക്കൂന്ന് പറഞ്ഞാൽ മറ്റേ കൂട്ടർ തെറ്റും, എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ തെറ്റും. അപ്പൊ ഉള്ളിൽ തന്നെ അടിയാകും. ഇത് തീരുമാനമാക്കാതെയാ ഐക്യണ്ടായത്. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. അവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കഴിഞ്ഞ 23-ാം തീയതി പട്ടിക്കാട് ജാമിയ നൂരിയയുടെ മുമ്പിൽ പെർമിഷൻ എടുത്ത് പരിപാടി സംഘടിപ്പിച്ചു. ഫൈസി റെഡി, ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ചത് സിഹിർ ഫലിക്കുമെന്ന, അതിന്റെ പിന്നിൽ പിശാചുണ്ടെന്നാണ്. അതിന് ഒരു കാരണവശാലും അത് ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ പകരം ചെയ്യാനോ പാടില്ല. അള്ളാനോട് ദ്വാരക്കുക വേണ്ടത്, അതല്ലാതെ സിഹിർ ഫലിക്കുകയില്ല എന്നത് അംഗീകരിക്കാൻ പറ്റില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ പറഞ്ഞത് മുസ്ലിം ഐക്യം, ഞാൻ നേരത്തെ പറഞ്ഞു, അനിവാര്യമാണ്. അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടവരെ യോജിച്ചിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈ രാജ്യത്തെ നമ്മൾ മോചിപ്പിച്ചെടുത്തത്. ഈ നാട്ടിലെ ഫാസിസത്തെ നേരിടാൻ ഇവിടുത്തെ മതേതര കക്ഷികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഐക്യം ഇനിയും അനിവാര്യമാണ്. അതേപോലെ മുസ്ലിം സംഘടനകളുടെ ഐക്യമുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോ കോഴിക്കോട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ വിളിച്ച മീറ്റിംഗിൽ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കെന്ന് പറയുന്നവരും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറയുന്നവരും, നബിദിനം കഴിക്കുന്നവരും കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്നവരും എല്ലാവരും ഒന്നിച്ചിരുന്നു. ഏത് വിഷയത്തിന് വേണ്ടി? ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. വേറൊരു ഐക്യമുണ്ട്, അടിസ്ഥാന ഐക്യം, സ്വർഗത്ത് പോകാനുള്ള ഐക്യം. ആ ഐക്യത്തിനൊരു മാനദണ്ഡമുണ്ട്. നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം. അതിലൂടെ തീരുമാനമുണ്ടാകണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെയല്ല ഐക്യം വേണ്ടത്. മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദർ മൗലവി, KNMന്റെ ജനറൽ സെക്രട്ടറി, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതിനാൽ മുശ്രിക്കാണ് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളോട് ഒരു കാര്യം പറയണം. ഒന്ന്, അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് APക്ക് തകരാറ് പറ്റിയതാണ്. അതൊരു മറുപടി. രണ്ടാമത്തെ മറുപടി, സിഹിർ ഫലിക്കുമെന്ന ഹദീസ് മനസ്സിലാക്കുന്നിടത്ത്, അതുമായി ബന്ധപ്പെട്ട ആയത്ത് മനസ്സിലാക്കുന്നിടത്ത് അബ്ദുസ്സലാം സുല്ലമിക്ക് തെറ്റുപറ്റിയതാണ്. അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട്. രണ്ടിലൊന്ന് പറയണ്ടേ? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, APയെ മുശ്രിക്ക് എന്ന് വിളിച്ച ആൾക്ക് KNMലേക്ക് പ്രവേശനം കൊടുക്കുകയും ഇപ്പോഴും അദ്ദേഹം KNM പ്രസിദ്ധീകരണത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം
ചിലർ ചോദിക്കുന്നു, എന്തിനാണ് ഈ ജിന്നും സിഹറും അങ്ങാടിയിൽ പറയുന്നത്? ഒറ്റ കാരണമേ പറയാനുള്ളൂ, ജിന്നും സിഹറുമായി ബന്ധപ്പെട്ടത് തൗഹീദുമായി അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അന്ധവിശ്വാസത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ജിന്നിന്റെയും സിഹറിന്റെയും മതപരമായ വശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ധാരാളം ഹദീസുകൾ, സ്വഹീഹായ ധാരാളം ഹദീസുകൾ അബ്ദുസ്സലാം സുല്ലമി നിഷേധിച്ചു. ഈ ശബാബിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. എന്താ സാഹചര്യം? വളരെ കൃത്യമായി ശബാബിലും അതേപോലെ തന്നെ അൽമനാറിലും 2 രൂപത്തിൽ ലേഖനങ്ങൾ വന്നപ്പോൾ 1.5 മാസക്കാലം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ തെരുവിലിറങ്ങിയിട്ട് പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം അഡ്രസ്സുള്ള പ്രസ്ഥാനമാണ്, ഖുർആനും ഹദീസുമാണ് പ്രമാണം, അതുകൊണ്ട് വിശദീകരിക്കണം. വിശദീകരിക്കില്ലെന്ന് പറഞ്ഞു. അവസാനം വിശദീകരിച്ചു. ഫെബ്രുവരി 3-ാം തീയതി വിചിന്തനത്തിലൊരു ഹെഡിങ്, ഒരു വിശദീകരണം. ആ വിശദീകരണത്തിൽ പറഞ്ഞു, സിഹ്റു പലിക്കും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം. സിഹ്റു പലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണ് എന്ന വാദം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്. പറഞ്ഞല്ലോ, അതിൽ മടവൂർ ഭാഗത്തുണ്ടായിരുന്ന എ അസ്റലി ആ ലേഖനം എഴുതിയ ഒരാളാണ്. അബ്ദുറഹ്മാൻ സലഫി ലേഖനം എഴുതിയ വേറൊരാളാ. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല. സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി അസ്റലി വഞ്ചകനാണ്, ചതിയനാണ്, സീറു പലിക്കൂല നമ്മളെ വിശ്വാസം, സീറു പലിക്കുന്ന ശിർക്ക നമ്മളെ വിശ്വാസം. KNM പോയപ്പോ അവിടെ സമ്മതിച്ചെടുത്ത് വിടൂല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലയിച്ച 2 കൂട്ടർ വമ്പിച്ച യുദ്ധം. അവസാനം സോഷ്യൽ മീഡിയയിൽ ഒരു കത്ത് വന്നു, അസ്റലി രാജിവെച്ചിരിക്കുന്നു. ഇതിന് ഐക്യണ്ടായത് രാജിവെക്കാനുള്ള ഐക്യാണോ? അതാ പറഞ്ഞത്, ആദർശപരമായ ഐക്യം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ വീണ്ടും മസ്ലഹത്ത് നടന്നു. അവസാനം തീരുമാനിച്ചു രാജി പിൻവലിക്കുക. എന്നാൽ വിചിന്തനം തിരുത്തിയോ? ഇല്ല, തിരുത്താൻ കഴിയില്ല. കാരണം സത്യ എഴുതിയത്. അപ്പോഴാണ് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ശബാബിൽ വീണ്ടും വിചിന്തനത്തിന് മറുപടി. എന്താ പറഞ്ഞത്? അതെ, ജിന്നിനെയും മലക്കിനെയും ഒക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. KNM അത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ ആശയത്തിലേക്ക് KNM എത്തി. 4 കൊല്ലം മുമ്പ് എന്നെ ലയിക്കാമായിരുന്നു, ഉഷാറായിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, എന്നെ പറ്റി ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറെ ഹദീസൊക്കെ നിഷേധിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ്, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമല്ല. അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ കാര്യമാക്കേണ്ടതില്ല. ശരിയാണോ പറഞ്ഞത്? ഒന്ന്, അദ്ദേഹം AP അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കാണ് എന്നിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു. ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണ് എന്ന ശിർക്കൻ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. 2, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 60ഓളം ഹദീസുകൾ നിഷേധിച്ചിരുന്നു. നമ്മൾ വിചാരിച്ചു ലയനം വരുമ്പോൾ ആ 60 ഹദീസ് നിഷേധിച്ചതിനെ കുറിച്ച് അബ്ദുസ്സലാം സുല്ലമിയുടെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ആ 60 ഹദീസുകൾ നിഷേധിച്ചു എന്ന് അദ്ദേഹം ഒരു പരിപാടിയിൽ പറയുന്ന രംഗം, 60 ഹദീസുകൾ, സ്വഹീഹായ 60 ഹദീസുകൾ അദ്ദേഹം നിഷേധിച്ചു എന്ന് പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. സൗണ്ട് അല്ലേ? സൗണ്ട് കൂട്ടണം. വിഷയം പറയാം സഹോദരങ്ങളെ. ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് ദോഷമുണ്ടായത്? മുജാഹിദുകൾ ചെയ്യുന്ന ഏത് കർമ്മമാണ് ഇല്ലാതായത്? ഞാൻ 60 ഹദീസ് നിഷേധിച്ചു. യൂട്യൂബിലൊക്കെ ലഭ്യമാണ് ഈ പ്രസംഗം. ഞാൻ 60 ഹദീസ് നിഷേധിച്ചു, ഞാൻ 60 നിങ്ങൾ പറയണ്ടല്ലോ. ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് മുജാഹിദുകൾക്ക് എന്ത് കുഴപ്പമുണ്ടായത്? ഉത്തരം 1, തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ്. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. എവിടെ എഴുതിയത്? പ്രൈവറ്റ് ബുക്കിലല്ല. 2009 ഏപ്രിൽ മാസം 3-ാം തീയതി ശബാബിൽ
ഷബാബിൽ ഉമർ മൗലവിയുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള മുജാഹിദിന്റെ പ്രസിദ്ധീകരണമാണ് ഷബാബ്. ആ ഷബാബ് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് എന്ന് പഠിപ്പിക്കാനാ അവിടെ എഴുതി വെച്ചത്. ചോദിക്കുക, എന്നിട്ട് ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് മുജാഹിദികൾക്ക് എന്ത് ദോഷം ഉണ്ടായത്? നാം പ്രതീക്ഷിച്ചു 2 വിഭാഗങ്ങൾ തമ്മിൽ യോജിക്കുമ്പോ ഈ ക്ലിപ്പ് തിരുവനന്തപുരത്ത് എത്ര സ്ഥലത്തിട്ടു, ഇതിലൊരു തീരുമാനമായിട്ടുണ്ടാകും. അബ്ദുസലാം സുല്ലമി ഹദീസ് നിഷേധിച്ചതിനെ കുറിച്ച് ഒന്നുകിൽ സലാം സുല്ലമി ലേന സമ്മേളനത്തിൽ വരുന്നു, സഹോദരങ്ങളെ ഞാൻ അബ്ദുസലാം സുല്ലമി എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി, 60 ഹദീസ് നിഷേധിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം, ഞാൻ തിരുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പറയണം, ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി നിഷേധിച്ച ഹദീസൊക്കെ ശരി തന്നെയാണ്, അതുകൊണ്ട് ഇനി മുതൽ ആരും തിങ്കളാഴ്ച സുന്നത്തോം പോൽക്കണ്ട. രണ്ടും ഉണ്ടായില്ല. രണ്ടും ഉണ്ടാവാതെ എങ്ങനെ ഐക്യം? അതൊരു ചോദ്യല്ലേ? ആദർശപരമായ ഐക്യം എന്ന് പറയുകയും ചെയ്യുക, തീരുമാനം തരാതിരിക്കുകയും ചെയ്യുക. ഏതുവരെ? സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നാട്ടിൽ വയൽ പറയേണ്ടതുണ്ടോ? എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേരത്തെ പറഞ്ഞ അഭൗതികമായ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള സഹായം അല്ല മാത്രമേ ചെയ്യൂ. അപ്പൊ മൂപ്പർക്ക് സംസം വെള്ളത്തിന് എങ്ങനെ പ്രാധാന്യം ഉണ്ടാവുക? സഹോദരങ്ങളെ, നാം പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഹദീസുകളെ നിഷേധിച്ച കൂട്ടത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം സംസം വെള്ളത്തിന്റെ പ്രാധാന്യം. ആ സംസം വെള്ളത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസ് അദ്ദേഹം ഇന്നലെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ അയ്യൂബി ബുസ്റ്റാലിനൊക്കെ കൊടുത്ത ബുക്കിൽ വിജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടി, അറിവിന്റെ വർധനവിന് വേണ്ടി ചില അഭിപ്രായം പറഞ്ഞു. എന്താ അറിവിന്റെ വർധനവ്? സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല, നല്ല വർധനവാ. ആ കാര്യം ഏറ്റവും അവസാനം 2015 ആഗസ്റ്റ് 14 ഷബാബിലും എഴുതി. ആ ഷബാബ്
ഇപ്പോൾ KNM സ്വത്താണ്. ലയിച്ചതോടുകൂടി KNM സ്വത്തായി മാറി. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് കേരളത്തിലെ മുജാഹിദുകൾ ഏതൊരു വ്യക്തിക്കും സംഘത്തിനും തെളിയിച്ചു കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ടാണ് അബ്ദുസ്സലാം സുലമയുടെ നാട്ടിൽ ചെന്ന്, എടവണ്ണയിൽ ചെന്ന് ഡിസംബർ മാസത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തെളിയിച്ചു കൊടുത്തു. കാരണം തലശ്ശേരിയിലെ സലഫി മിമ്പറിന്റെ മുകളിൽ 2 ആഴ്ച ചെലവഴിച്ചു സംസം വെള്ളത്തിന് പ്രാധാന്യമില്ലെന്ന് പറയാൻ. ജൂതന്മാര് കെട്ടുണ്ടാക്കിയ ഹദീസ മിമ്പറിന്റെ മുകളിൽ പറഞ്ഞത് മറുപടി കൊടുത്തു. ക്ലിപ്പിടാൻ നമുക്ക് സമയമില്ല. അദ്ദേഹം പറഞ്ഞ ഹുതുബയും ക്ലിപ്പിലുണ്ട്, അദ്ദേഹം പറഞ്ഞ മറുപടിയും ക്ലിപ്പിലുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ടാ പോകുന്നത്, ആവശ്യമുള്ളവർക്ക് പഠിക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ വ്യക്തമായി സംസം വെള്ളത്തിന്റെ പ്രാധാന്യത്തെ നിഷേധിച്ചു. അത് ശബാബിൽ എഴുതി. നമ്മുടെ ഒരൊറ്റ ചോദ്യം, പരുത്തിക്കിടിയിൽ മടവൂർ വിഭാഗവുമുണ്ട്, KNM-ഉമുണ്ട്. തീരുമാനം എന്താ? സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. അങ്ങനല്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം വേണ്ടേ? ആ തീരുമാനം എന്താണ്? ഇത് കേരള കോൺഗ്രസ് അല്ല, ഇത് മുസ്ലിം ലീഗ് അല്ല, CPM അല്ല. രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നത് സ്വർഗത്തിന്റെ വിഷയ, ഇത് പരലോകത്തിന്റെ വിഷയമാ. അതുകൊണ്ട് ശബാബിൽ വന്നു. ഞങ്ങൾ വിചാരിച്ചു 2015 ആഗസ്റ്റ് 14 ശബാബിൽ വന്ന സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല എന്ന ഹദീസ് പിൻവലിക്കുന്നു എന്ന ഒരു അറിയിപ്പ് വരും. വന്നില്ല. തീർന്നില്ല. വീണ്ടും കേട്ടോളൂ. ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണ്. 2015 ആഗസ്റ്റ് 7 ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാണ്. സ്വഹീഹ് മുസ്ലിം. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ആളുകൾക്ക് അത് പരലോകത്ത് സാക്ഷി പറയും. സ്വഹീഹായ ഹദീസ്. എന്നാൽ ഹജറുൽ അസ്വദ് ഗുണമോ ദോഷമോ ചെയ്യില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വിഗ്രഹം ചെയ്യുന്നത് പോലെ, അവർ വിശ്വസിക്കുന്നത് പോലെ. എന്നാൽ ഹജറുൽ അസ്വദ് പരലോകത്ത് സാക്ഷി പറയും. സുല്ലമി എഴുതി, പരലോകത്ത് സാക്ഷി പറയുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ചേകനൂർ എഴുതി, ഹജറുൽ അസ്വദ് ശിർക്കൻ കല്ലാണ്. പോക്ക് ചേകനൂരിസത്തിലേക്കാണ്. അവിടെ ഒരു മുജാഹിദല്ലേ, നമ്മളും മുജാഹിദല്ലേ. നമ്മൾ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഏത് അങ്ങാടി ചങ്ങായിമാരെ? പരലോകാപ്രധാനം. പ്രസ്ഥാനമല്ല വലുത്, ആദർശമാണ് വലുത്. സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ട്, പ്രാധാന്യമില്ലെന്ന് ശബാബിലാ എഴുതിയത്. ശബാബ് പരുത്തിക്കുടിയിലെ KNM സ്വത്തായി മാറി, ലയിച്ചു കഴിഞ്ഞു. അപ്പോ ആ ശബാബ് വായിച്ചിട്ട് ഹജറുൽ അസ്വദിന് പ്രാധാന്യമില്ല. ഖബർ ശിക്ഷയെ കുറിച്ച് എന്താ എഴുതി വെച്ചത്? അദ്ദേഹം എഴുതി, ഖബർ ശിക്ഷയുടെ ഹദീസ് കേട്ടോളൂ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചേകനൂരിന്റെ വാദം ഇതാണോ മുജാഹിദുകൾ വിശ്വസിക്കേണ്ടത്? സാധ്യമല്ല സഹോദരങ്ങളെ. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുത്തവാത്തറായ ഹദീസിലോ വരണം. 2009 ആഗസ്റ്റ് 28 ശബാബ് പേഴ്സണൽ ബുക്കിലല്ല. ഇത് അംഗീകരിച്ചാൽ വിശ്വാസകാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആനോ മുത്തവാത്തറായ ഹദീസോ വേണം. അങ്ങനെയാണെങ്കിൽ ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഹദീസ് മുത്തവാത്തറല്ല, ഖബറുൽ വാഹിദാണ്. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ഹദീസ്, റസൂലുള്ളാഹിയുടെ നിരവധി മുഅ്ജിസത്തുകള്, സിറാത്ത് പാലം. അദ്ദേഹം പറഞ്ഞു സിറാത്ത് പാലം ഇല്ല. സുന്ദരായിട്ട് പറയാ, സിറാത്ത് പാലം ഇല്ല. ചന്ദ്രൻ പിളർന്ന സംഭവം, ജനങ്ങൾ ഇസ്ലാമാകാൻ കാരണമായി തീർന്ന മുഅ്ജിസത്ത, ചന്ദ്രൻ പിളർന്നിട്ടില്ല. വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം, ഹദീസുണ്ട്. 100 അടി അടിക്കണം, ആയത്തുണ്ട്. ചേകനൂര് പറഞ്ഞു ഖുർആനിലാണ് ഹദീസ്. നമ്മൾ പറഞ്ഞു അല്ല. കാരണം ഖുർആനിൽ പറഞ്ഞത് അവിവാഹിതരുടെ ശിക്ഷയാണ്, ഹദീസിൽ പറഞ്ഞത് വിവാഹിതരുടെ ശിക്ഷയാണ്. ചേകനൂരിന്റെ അതേ വാദം, വിവാഹിതരെ എറിഞ്ഞുകൊല്ല എന്നുള്ള പരിപാടി ഇസ്ലാമിലില്ല. ദജ്ജാലുമായി ബന്ധപ്പെട്ട്, പല്ലിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട്, അജവ കാരക്കയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ നിഷേധിച്ചതിൽ ഒരു തീരുമാനവും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങൾ വായിച്ച് കഴിഞ്ഞ 14 കൊല്ലത്തിന്റെ ഇടക്ക് മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റായ മുജീബ് റഹ്മാൻ കിനാലൂർ ഒരു പുസ്തകം ക്രോഡീകരിച്ചു, ചേകനൂർ അകവും പുറവും. ആ പുസ്തകത്തില് മുജീബ് ഒരു അഭിപ്രായം എഴുതി, യഥാർത്ഥത്തിൽ ചേകനൂർ നവോത്ഥാനാശയക്കാരനാണ്. ക്ലിയർ ആയല്ലോ? ആരാ ചേകനൂർ? 1969
മുജാഹിദ് പണ്ഡിതന്മാര് വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് തൊലി ഉരിച്ചു കൊടുത്തു. ആദർശം അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വാദപ്രതിവാദം നടത്തി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി. പ്രസ്ഥാനത്തിനെതിരെ ബുക്ക് എഴുതിയ ആളാണ് ചേകനൂർ. ആ ചേകനൂര് നമ്മൾ ആളാണ് എന്നാ ശരിക്കും പറയേണ്ടത്. അപ്പോ ഇങ്ങനെ ശബാബിൽ വന്ന അബ്ദുസ്സലാം സുലമിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ സംഘടനാവൽക്കരിച്ചത് വായിച്ചു വായിച്ചു വായിച്ച് സംസ്ഥാന പ്രസിഡന്റിന് പോലും ചേകനൂര് കുഴപ്പമില്ല. ഇപ്പൊ ലയിച്ച ആൾക്കാരുണ്ടല്ലോ. 4 കൊല്ലം മുമ്പ് 2014 കൊണ്ടോട്ടിയിൽ നടന്ന ആദർശ വിശദീകരണ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അവിടെ വെച്ച് പറഞ്ഞത് കൃത്യമാണ്. ഒരു പുതിയ ചേകനൂർ ജന്മമെടുക്കുന്നു. ഒരു പുതിയ ചേകനൂർ ജന്മമെടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ ചേകനൂരി ആശയം മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നിലക്കൊന്ന് മരിച്ചു പോകണം യഥാർത്ഥ ഐക്യണ്ടായിട്ട്. അതുകൊണ്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യോജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം തല ഉയർത്തി നിൽക്കുന്നു. സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ട്, ഹജറുൽ അസ്വദിന് പ്രാധാന്യമുണ്ട്. ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ ഐക്യത്തിന്റെ സന്ദേശം നാം മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾക്ക് അത് പഠിപ്പിക്കാൻ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാർച്ച് മാസത്തിൽ 10, 11, 12 തീയതികളിൽ പാലക്കാട് പ്രോഫ്കോൺ നടക്കുമ്പോൾ ഏപ്രിൽ 16 ആലപ്പുഴയിലെ വീടുകൾ കയറി ഇസ്ലാം എത്തിക്കുന്നതിന് ശേഷം എൻലൈറ്റിംഗ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 16 നടക്കുമ്പോൾ ഇവിടെ നേരത്തെ പ്ലേ ചെയ്ത പീസ് റേഡിയോ 24 മണിക്കൂറും ദീൻ പഠിക്കാൻ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക. പീസ് റേഡിയോ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്കത് കിട്ടും. എല്ലാ ദിവസവും 5 മിനിറ്റ് നേർവഴി ഇസ്ലാമിക പ്രഭാഷണം വാട്സപ്പ് മെസ്സേജിലേക്ക് കിട്ടാൻ പ്രവർത്തകരെ ബന്ധപ്പെടുക. നേർപഥം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വാരിക വായിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാകുക. സഹോദരങ്ങളെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ആർക്കും എതിരല്ല. ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. തിരുവനന്തപുരത്തെ ഒരൊറ്റ സലഫി മിമ്പറിന്റെ മുകളിൽ കയറിയിട്ടും മലക്കുകൾ ബദറിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഖുതുബ പറയരുത്. സംസം വെള്ളത്തിന് പ്രാധാന്യമില്ല എന്ന് ഖുതുബ പറയരുത്. ഹജറുൽ അസ്വദ് ശിർക്കൻ കല്ലാണ് എന്ന് ഖുതുബ പറയരുത്. അതേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ വിസ്ഡാവണമെന്നില്ല, നിങ്ങൾ കേന്ദ്രമായിട്ട് അവിടെ തന്നെ നിന്നോളൂ. പക്ഷേ ഖുർആൻ ക്ലാസ്സുകളിൽ ചേകനൂരിന്റെ വാദം പറയരുത്. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ആഗ്രഹം ന്യായമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ ചേകനൂരിസത്തിലേക്ക് നീങ്ങും. ഒരു കൂട്ടര് ജാറത്ത് പോയിട്ട് കുത്തി മറിയാണ്, തവാഫ് ചെയ്യാണ്. വേറൊരു കൂട്ടര് ഹദീസ് നിഷേധമായിട്ട് പോവുക. അതിനിടക്ക് ഹക്ക് ഇവിടെ ഉയർന്നു നിൽക്കണം. അതിനുവേണ്ടി സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ചു നീങ്ങുക. അടിസ്ഥാനപരമായ ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ആ അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ പാശം ഖുർആനാണ്, ഹദീസാണ്. അത് രണ്ടും വഹിയാണ്. ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. രണ്ടും ഒരുപോലെയാണോ? അല്ല. ദരജയുടെ കാര്യത്തിൽ, സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്താണ്, ഹദീസ് 2-ാം സ്ഥാനത്താണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, തെളിവ് എന്ന നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത്. അവിവാഹിതരുടെ ശിക്ഷ 100 അടി ഖുർആൻ പറഞ്ഞു, വിവാഹിതരുടെ ശിക്ഷ ഹദീസും പറഞ്ഞു. അപ്പൊ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ശിക്ഷയുടെ ചാപ്റ്റർ പൂർത്തിയാകണമെങ്കിൽ ഖുർആനും ഹദീസും രണ്ടും വേണം. രണ്ടും വഹിയാണ്, അടിസ്ഥാന പ്രമാണങ്ങളാണ്. ആ അടിസ്ഥാന പ്രമാണങ്ങളെ മനസ്സിലാക്കി അതിന്റെ പ്രഥമ സംബോധിതരായ മഹാന്മാരായ സ്വഹാബത്ത് ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കി? അതാണ് ഖുർആൻ പറഞ്ഞ സബീലുൽ മുഅ്മിനീൻ. സ്വഹാബത്ത് പ്രമാണമല്ല, പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന മെത്തഡോളജി അത് അംഗീകരിക്കുന്നവർക്കാണ് സലഫി, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ ഏകരക്ഷാമാർഗത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക. വാശിയും വിദ്വേഷവും മാറിയിട്ട് യഥാർത്ഥ ഐക്യത്തിലേക്ക് വരൂ സഹോദരങ്ങളെ. ആദർശ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മരിക്കും മുമ്പ് നമുക്ക് ആദർശപരമായി ഒന്നാകാം. ആ ഐക്യത്തിന് വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ,
ബഹുമാനനായ CP സലീമിൻ്റെ വിഷയാവതരണം ഇവിടെ പൂർത്തിയാവുകയാണ്. ജസാക്കല്ലാഹു